നമസ്കാരം. ഇന്റേണൽ ഓഡിറ്റിൽ 32 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തി. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ 32 ലക്ഷമല്ലാതെ 1 കോടിയുടെ തട്ടിപ്പാണെന്നാണ് കണ്ടെത്തിയത്. കട്ടപ്പനയിലെ ഒരു കുഞ്ഞു BRCയിൽ നടന്ന തട്ടിപ്പാണിത്. BRC എന്നാൽ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ച താൽക്കാലിക ജീവനക്കാരാണ് തട്ടിപ്പ് നടത്തിയവർ. 2014 പിണറായി അധികാരത്തിലെത്തിയപ്പോൾ CPMന്റെ അധ്യാപക സംഘടനയായ KSTAയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകനെയാണ് BRCയുടെ കോർഡിനേറ്ററായി വെച്ചത്. BPC അഥവാ ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ. ഭരണം മാറുമ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഓരോ BRCയിലും 10-20 സ്റ്റാഫുകളെ കൂടി ഇതിൻ്റെ അണ്ടറിൽ കരാർ ജീവനക്കാരായി നിയമിച്ചു. ഇതിൽ പകുതിയിൽ കൂടുതൽ പേരും DYFI, SFI തുടങ്ങിയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇടുക്കി ജില്ലയിൽ 7 BRCകളുണ്ട്. ഇനി ഈ ജീവനക്കാർക്ക് B.Ed, TTC തുടങ്ങിയ അധ്യാപക പരിശീലന കോഴ്സുകൾ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ കഴിഞ്ഞ 10 വർഷം 14 ജില്ലകളിലായി നിയമിക്കപ്പെട്ട 100 കണക്കിന് BRC ജീവനക്കാർ CPM പാർട്ടി പ്രവർത്തകരോ അനുഭാവികളോ ആണ്. മാത്രമല്ല BRC കെട്ടിടത്തിലെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും പാർട്ടി പ്രവർത്തനത്തിനുള്ള വേദിയായി ഇവർ ഉപയോഗിച്ചു. പുതിയ പ്രോജക്റ്റുകളും ഫണ്ടിങ്ങും നടക്കുമ്പോൾ ക്ലാസുകൾ എടുക്കാൻ വരുന്നത് പൂക്കാസയുടെയോ പരിഷത്തിൻ്റെയോ ഒക്കെ ആളുകളാണ്. അതുവഴി സർക്കാർ ഫണ്ട് റെമ്യൂണറേഷനായി സഖാവിൻ്റെ വീട്ടിലെത്തുകയും ചെയ്യും. അങ്ങനെ സഖാവിൻ്റെയും സർക്കാരിൻ്റെയും മാത്രമായി BRC മാറി. അതുകൊണ്ട് കട്ടപ്പനയിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് താൽക്കാലിക ജീവനക്കാരുടെ മാത്രം തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. KSTAയുടെ നേതാക്കന്മാരും സഖാക്കന്മാരും എല്ലാം ചേർന്ന് നടത്തിയ ഒരു കൊള്ളയാണിത്. സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതുപോലെ വലിയൊരു കൊള്ള. അങ്ങനെ വരുമ്പോൾ VD സതീശൻ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം 14 ജില്ലകളിലെയും BRCയിൽ നടന്ന താൽക്കാലിക നിയമനങ്ങളും അവരുടെ അഡ്മിനിസ്ട്രേറ്റർമാരുടെയും ബാങ്ക് അക്കൗണ്ടുകളും സൂക്ഷ്മമായ ഓഡിറ്റിന് വിധേയമാക്കണം. അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ആവശ്യപ്പെടാനുള്ളത്. മറ്റൊരു കാര്യം, ടീച്ചർമാർ MDMA വിറ്റു എന്ന രീതിയിൽ മാധ്യമപ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളും അധ്യാപകർക്കെതിരെ സൃഷ്ടിക്കുന്ന നറേറ്റീവിനെ കുറിച്ചാണ്. വടകരയിൽ MDMA വിറ്റ സ്ത്രീകൾ യഥാർത്ഥ ടീച്ചർമാരല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള BRCയിലെ താൽക്കാലിക ജീവനക്കാരാണിവർ. ഇവർക്ക് അധ്യാപക പരിശീലനം ആവശ്യമില്ല. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. BRCയിൽ എത്തുന്ന ഫണ്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇവരാണ് കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പോൾ സ്കൂളുകളിലും പോകേണ്ടി വരും. ശരിയായ അധ്യാപകരെ പോലെ ഇവർ ഒരു സ്കൂളിലും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ഇവർക്ക് കുട്ടികളോടോ കലാലയത്തോടോ ഒരു പ്രതിബദ്ധതയുമില്ല. CPMന്റെ അനുഭാവികൾ എന്നതിനാലാവാം ഇവരുടെ നിയമനം പിണറായി സർക്കാർ നടത്തിയത്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള നിയമനങ്ങളാണിത്. അപ്പോൾ പിന്നെ അവർ MDMA വിറ്റില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇവരുടെ പേരിൽ നമ്മുടെ നല്ല അധ്യാപകരെ ഇകഴ്ത്തുന്നത് അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിന് കളങ്കമുണ്ടാക്കും. ജയ് ഹിന്ദ്.